നമസ്കാരം. UAE തൊഴിൽ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. നിയമം ലംഘിച്ചാൽ 2 കോടി വരെ പിഴ ലഭിച്ചേക്കാം. ഓഗസ്റ്റ് 31 മുതലാണ് തൊഴിൽ നിയമ ഭേദഗതി നിലവിൽ വരിക. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് UAE തൊഴിൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ ജൂലൈ 29 പ്രഖ്യാപിച്ച ഫെഡറൽ നിയമം നമ്പർ 9/2024 നിയമ ഭേദഗതികളാണ് ഓഗസ്റ്റ് 31 മുതൽ നിലവിൽ വരുന്നത്. UAEയിലെ തൊഴിൽ മേഖലയുടെ ഭാഗമെന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. തൊഴിലാളിക്കും തൊഴിൽ ഉടമയ്ക്കും തൊഴിൽ പ്രശ്നങ്ങളിൽ അവരവരുടെ അവകാശങ്ങളിൽ നിയമ നടപടികൾക്കായി സമീപിക്കേണ്ട സമയപരിധി 2 വർഷമാക്കി. തൊഴിലാളികളുടെ ജോലി അവസാനിക്കുന്ന ദിവസം മുതൽ 2 വർഷം എന്നതാണ് കണക്ക്. നേരത്തെ ഇത് 1 വർഷമായിരുന്നു. 2024 ജനുവരി 1 മുതൽ 50,000 ദിർഹത്തിന് താഴെ വരുന്ന കേസുകൾ മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് പരിഗണിക്കുന്നത്. 50,000 ദിർഹത്തിന് താഴെ വരുന്ന കേസുകൾ തീർപ്പാക്കാനുള്ള അധികാരം മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിനു നേരത്തെ തീരുമാനം അപ്പീൽ കോടതികളിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു. എന്നാൽ ഇത് മാറി ഓഗസ്റ്റ് 31 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതികളിൽ അപ്പീൽ നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇതിൽ ഹിയറിംഗ് നടക്കുകയും ചെയ്യും. തൊഴിൽ കേസുകളിൽ തീരുമാനം വേഗത്തിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഭേദഗതി നടപ്പിലാക്കുന്നത്. അപ്പീൽ നൽകി 30 ദിവസത്തിനകം ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി തീർപ്പുണ്ടാക്കും. ഇത് അന്തിമമായിരിക്കും. നിലവിൽ അപ്പീൽ കോടതികളിൽ ഉള്ള കേസുകൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതികളിലേക്ക് മാറും. തൊഴിൽ നിയമ ലംഘനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കും. പെർമിറ്റില്ലാതെ തൊഴിലാളികളെ ജോലിക്കെടുക്കുക, അനധികൃത ആവശ്യങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉപയോഗിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ തീർപ്പാക്കാതെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 50,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെയായിരുന്നു പിഴ. എന്നാൽ പുതുക്കിയ തൊഴിൽ നിയമപ്രകാരം ഇത് 1 ലക്ഷം ദിർഹം, ഏകദേശം 22 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ മുതൽ 10 ലക്ഷം ദിർഹമായി ഏകദേശം 2 കോടിയിലധികം ഇന്ത്യൻ രൂപ, 1 മില്യൺ. വിസിറ്റ് വിസയിലെത്തി ജോലി ചെയ്യുന്നത് UAEയിൽ നിയമവിരുദ്ധമാണ്. സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് വിസിറ്റിംഗ് വിസയിൽ അല്ലെന്നും എൻട്രി പെർമിറ്റിലാണെന്നും നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയതാണ്. വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തി ജോലി ലഭിച്ചാൽ നിയമാനുസൃത തൊഴിൽ വിസയിലേക്ക് മാറാൻ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലയാളികളുടെ സ്വപ്നഭൂമിയാണ് UAE. പൊതുവിൽ ഗൾഫ് രാജ്യങ്ങൾ മലയാളികളുടെ സ്വപ്നഭൂമിയാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4.5 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും യാത്ര ചെയ്ത് ഇങ്ങോട്ടും 4-4.5 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്താവുന്നതേ ഉള്ളൂ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന ലാഘവത്തോടു കൂടി ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് മടങ്ങാമെന്ന ഈ ഒരു പ്രത്യേകതയാണ് അറേബ്യൻ നാടുകളെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ഇഷ്ടമെന്നുണ്ടെങ്കിലും ഇപ്പോൾ നാട്ടിൽ വരണമെങ്കിൽ മിക്കവാറും 24 മണിക്കൂറിൽ കൂടുതൽ എടുക്കേണ്ടി വരുന്നു. വളരെ ലാഘവത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നത്, അതായത് 4-4.5 മണിക്കൂർ കൊണ്ട് സുന്ദരമായിട്ട് പോയി വരാവുന്ന രാജ്യങ്ങളാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ ഗൾഫിൽ പോകുന്നവർ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് ചതിക്കുഴികളുണ്ട്. നിയമാനുസൃതമായി നോർക്ക പോലുള്ള ഏജൻസികൾ വഴി പോവുക, അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയുക, കഴിയുന്നതും പരിചയക്കാർ വഴി പോകാൻ ശ്രദ്ധിക്കുക. ഈ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും അംഗീകൃത ഏജൻസി വഴി UAEയിൽ എന്നല്ല ഏതൊരു